കെ.ബി. ഗണേഷ് കുമാറിനെതിരെ തുറന്നടിച്ച കൊട്ടാരക്കര NSS താലൂക്ക് യൂണിയൻ. സനാതന ധർമ്മത്തിലൂന്നി ആധ്യാത്മികത ഉയർത്തിപ്പിടിക്കുന്ന NSSന്റെ അമരത്തിരുന്ന ഗണേഷ് കുമാർ മറ്റൊരു മതത്തിൽ വിശ്വസിക്കുകയും ആരാധന നടത്തുകയും ചെയ്യുന്നുവെന്നാണ് വിമർശനം. ഗണേഷ് കുമാർ NSS തലപ്പത്ത് നിന്ന് പുറത്തായത് ദൈവഹിതമെന്നും യൂണിയൻ പൊതുയോഗത്തിൽ പ്രമേയം പാസായി. വിവരങ്ങളുമായി മനോജ് ചേരുന്നുണ്ട്. മനോജ്, വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ് NSS പോലെ സംഘടനയുടെ താലൂക്ക് യൂണിയന്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്. അതായത് NSSന്റെയോ സനാതന ധർമ്മത്തിന്റെയോ രീതികളിലൂടെയല്ല ഗണേഷ് കുമാർ പോയിരുന്നത്. കൊണ്ട് തന്നെയാണ് ഗണേഷ് കുമാറിനെതിരായ പ്രതിഷേധവും പിന്നീട് അദ്ദേഹത്തിനുണ്ടായ തിരിച്ചടികളും എന്നാണ് ഇപ്പോൾ സംഘടന വിമർശിക്കുന്നത്. വിശദാംശങ്ങൾ. പ്രജിത്ത്, കെ.ബി. ഗണേഷ് കുമാറിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങളാണ് ഓരോ താലൂക്ക് യൂണിയനിലും ഉയർന്നു വരുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ പത്തനാപുരം താലൂക്ക് യൂണിയൻ ഗുരുതരമായ ഭാഷയിൽ പ്രതികരിച്ചിരുന്നു. അതേസമയം തന്നെ കൊട്ടാരക്കര താലൂക്ക് യൂണിയനും നേരത്തെ പ്രതികരിച്ചതാണ്. ഇന്നിപ്പോൾ പൊതുയോഗത്തിലാണ് ഈ ഒരു പ്രമേയം വന്നിരിക്കുന്നത്. പ്രമേയത്തിൽ കൃത്യമായി പറയുന്നത് കെ.ബി. ഗണേഷ് കുമാർ ഈ NSSന്റെ തലപ്പത്തിരുന്നു കൊണ്ട് മറ്റൊരു മതത്തിൽ വിശ്വസിച്ച് ആരാധന നടത്തി പോന്നിരുന്ന ആളാണ് എന്നുള്ള കാര്യം. അതായത് സനാതന ധർമ്മത്തിലൂന്നി ആ ഒരു രീതിയിലാണ് NSS മുന്നോട്ട് പോകുന്നത്. പക്ഷേ അതിന് വിരുദ്ധമായിട്ടാണ് കെ.ബി. ഗണേഷ് കുമാർ പ്രവർത്തിച്ചു വന്നതെന്നാണ് കൊട്ടാരക്കര താലൂക്ക് യൂണിയൻ ഈ പൊതുയോഗത്തിൽ പ്രമേയം പാസ്സായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഏറ്റവും മോശപ്പെട്ട കുടുംബ പശ്ചാത്തലമുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത് അതിനെ വിലയിരുത്തിയാണ് ഇത്തവണ പത്തനാപുരത്ത് അദ്ദേഹം തോറ്റുപോയത് എന്നുള്ള കാര്യവും പറയുന്നുണ്ട്. ചില കുലംകുത്തികളെ കൂട്ടുപിടിച്ചുകൊണ്ട് NSSനെ നശിപ്പിക്കാനാണ് ഗണേഷ് കുമാറിൻ്റെ ശ്രമമെങ്കിൽ അത് നടക്കില്ല എന്നും ഗണേഷ് കുമാർ NSSന്റെ തലപ്പത്ത് നിന്ന് പുറത്തായത് ദൈവഹിതം കൊണ്ടാണെന്നും ഈ ഒരു പ്രമേയത്തിൽ പറയുന്നുണ്ട്. എന്തായാലും ഗണേഷ് കുമാറിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ തന്നെയാണ് ഉയർന്നു വന്നിരിക്കുന്നത്. പലതരത്തിൽ, അതായത് ഈ ഗണേഷ് കുമാറിന് മന്ത്രിസ്ഥാനം ലഭിക്കാനുള്ള ഒരു അനുനയം നടത്തിയത്, ബാലകൃഷ്ണപിള്ളയോട് ആ ഒരു അനുനയം നടത്തിയത് സുകുമാരൻ നായരാണെന്നും അതോടൊപ്പം തന്നെ ബാലകൃഷ്ണപിള്ള ജയിലിലായിരുന്നപ്പോൾ ഗണേഷ് കുമാറിനെ താങ്ങും തണലുമായത് NSS ആണ്, അല്ലെങ്കിൽ സുകുമാരൻ നായരായിരുന്നു എന്നുള്ള കാര്യവുമൊക്കെ തന്നെ ഇതിൽ പറയുന്നുണ്ട്. എന്തായാലും ജി സുകുമാരൻ നായർക്കെതിരെ വലിയ ഭാഷയിലാണ് കെ.ബി. ഗണേഷ് കുമാർ നേരത്തെ പ്രതികരിച്ചിരുന്നത്. വലിയ വിമർശനം NSS നേതൃത്വത്തിനെതിരെ ഉന്നയിച്ചിരുന്നു. അത്തരത്തിൽ അവഹേളനം നേരിട്ട സമയത്താണ് ജി സുകുമാരൻ നായർ അതിൽ പ്രതികരിച്ചത്. അതിന് പിന്നാലെ തന്നെ ഗണേഷ് കുമാറിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഓരോ ഭാഗത്തു നിന്നും ഉയരുകയാണ്. എന്തായാലും NSSൽ നിന്ന് ഗണേഷ് കുമാർ രാജിവെക്കണം എന്നുള്ളതാണ് നിലവിൽ താലൂക്ക് യൂണിയനുകൾ ആവശ്യപ്പെടുന്നത്. നേരത്തെ പത്തനാപുരം താലൂക്ക് യൂണിയൻ്റെ പ്രസിഡന്റായിരുന്നു. അന്ന് സാമ്പത്തിക ക്രമക്കേട്, അതായത് പത്മ കഭയെ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ വലിയ ആരോപണമാണ് ഉയർന്നു വന്നത്. അതോടൊപ്പം തന്നെ പല കാര്യങ്ങളിലും നേരത്തെ തന്നെ രാഷ്ട്രീയപരമായും സംഘടനാപരമായും ഒക്കെയുള്ള കാര്യങ്ങളിൽ വലിയ രീതിയിൽ ഈ ഗണേഷ് കുമാറിനെതിരെ പരാതികൾ ഉയർന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ നേതൃത്വത്തിനെതിരെ ഗണേഷ് കുമാർ തിരിഞ്ഞിരിക്കുന്നത്. എന്തായാലും നേതൃത്വത്തിനൊപ്പം തന്നെയാണ് പല കരയോഗങ്ങളും ഗണേഷ് കുമാറിനെതിരെ വിമർശനം ഉന്നയിച്ച് രംഗത്ത് വന്നിരിക്കുന്നത്. മനോജാണ് കൊല്ലത്ത് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.